മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മക്കയിലെ നല്ല ഗായകനാണ്, പാട്ടുകാരനാണ്. ആരെയും പിടിച്ചിരുത്തുന്ന സ്വരമാധുര്യമുള്ള ഹസ്സാന്റെ വാക്ചാതുര്യത്തിന് മുമ്പിൽ എല്ലാവരുടെ ഹൃദയം ചാഞ്ഞു പോകും. ഏത് സദസ്സിലേക്കും ഹസ്സാൻ വന്നാൽ പിന്നെ അവിടെ ആ ഹസ്സാനിലേക്ക് ആകർഷിക്കപ്പെടുന്ന മധുരമൂറുന്ന വാക്ചാതുര്യമാണ് ഹസ്സാന്റെ ഗാനത്തിനും പാട്ടുകൾക്കും. മക്കയിലെ മുശ്രിക്കുകൾ ഹസ്സാൻ ഇബ്നു സാബിത്തിന്റെ മടിയിൽ കുന്നോളം സ്വർണം കൊണ്ടുവച്ചോ, പണം കൊണ്ടുവച്ചോ. എന്നിട്ട് ഹസ്സാനോട് പറഞ്ഞു, ഹസ്സാൻ, ഞങ്ങൾക്ക് വേണ്ടി നീ ഒരു പണി ചെയ്യണം. ഈ നാട്ടിലെ പുതിയൊരു പ്രവാചകനായി അവതരിക്കപ്പെട്ട മുഹമ്മദ് ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ നടന്നു പോകുന്ന വഴിയുടെ സമീപത്ത് നിന്ന് ജനങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ വിമർശനത്തിന്റെ പാട്ട് പാടണമെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് മക്കയിലെ മുശ്രിക്കീങ്ങൾ ആവശ്യപ്പെട്ടു. കഥയറിയാതെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആ പ്രവാചകൻ നടന്നു പോകുന്ന വഴിയോരത്ത് ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി നിന്നു. എന്നിട്ട് ദൂരെ നിന്ന് നടന്നു വരുന്ന പ്രവാചകന്റെ ചലനം, ആ പ്രവാചകന്റെ നടത്തം, അവിടുത്തെ കണ്ണുകൾ, അവിടുത്തെ ശരീരങ്ങൾ, പെരുമാറ്റങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ഹസ്സാൻ തന്റെ ഓരോ വരികൾക്കും നിറചാർത്തു കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുമ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹസ്സാൻ എന്ന ചരിത്രത്തിൽ ആരെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബ, ലോകത്തിന്റെ പ്രവാചകന്റെ ഏറ്റവും നല്ല സ്നേഹിതനാണ്. ലോകത്തിന്റെ പ്രവാചകന്റെ മധുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും നല്ല സഹചാരിയാണ് ഹസ്സാൻ ഇബ്നു സാബിത്ത്. ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ എന്തെഴുതും? ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ നോക്കുമ്പോ ആ പ്രവാചകനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്കുപോലും പറയാൻ പറ്റുന്നില്ല. തന്റെ വാക്കുകള്, തന്റെ ചിന്തകള്, താൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ പോലും മറന്നുപോയ ആ പ്രവാചകന്റെ തൃക്കരങ്ങളിൽ നിസാനത്തിന്റെ കരങ്ങൾ തന്റെ ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം പുൽകിയതാണ് ചരിത്രം. ചിന്തിക്കും. മാലി സിവാ ഹുബ്ബി ലദൈക വസീലത്തുൻ ഫംനൻ അലയ്യ ബിഫളി ജൂദിക അസ്അദി. നബിയേ, നബിയേ, അങ്ങയോട് അടുക്കാൻ, അങ്ങയുടെ പ്രേമം കിട്ടാൻ, അങ്ങയുടെ സ്നേഹം കിട്ടാൻ, അങ്ങയുടെ സാമീപ്യം ലഭിക്കാൻ, അങ്ങയുടെ തൃപ്തി ലഭിക്കാൻ സ്നേഹമല്ലാതെ മറ്റൊന്നും പകരം തരാനില്ല നബിയേ. ആ പ്രവാചകനെ പോലെ വേറെ ഒരു പടപ്പും ഇല്ല എന്നതാണ് സത്യം. ആകാശത്തിന്റെ മുകളിൽ മനുഷ്യൻ കാണുന്നതും